ഇന്ന് 14th Feb 2026 എന്ന് വെച്ചാൽ വാലന്റൈൻസ് ഡേ. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണല്ലേ? ടു ഗിഫ്റ്റ് യുവർ ലവ്ഡ് വൺസ്. ദാറ്റ് കുഡ് ബി യുവർ ബോയ് ഫ്രണ്ട്, ദാറ്റ് കുഡ് ബി യുവർ ക്രഷ്, ദാറ്റ് കുഡ് ബി യുവർ fiance or your husband. For me, it's the day I cherish with all my loved ones. That include my boys, എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, മൈ വർക്ക് പ്ലേസ്. ഓ, ഇറ്റ്സ് എ ഹെവൻ. ഐ എം റിയലി ബ്ലെസ്ഡ് വിത്ത് ഗുഡ് സോൾസ് അറൗണ്ട് മീ. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ എന്തോർത്തെന്ന് വെച്ചാൽ, എന്തായാലും ആ ഉരുളിയിലെ പൂക്കളൊക്കെ വാടി, അപ്പോൾ അതൊന്ന് ഫ്രഷ് റെഡ് റോസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ രാവിലെ എണീറ്റ് വരുന്ന ഹസ്ബൻഡിനെ കാണുമ്പോൾ ഒരു രസമല്ലേ? അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്തു, എന്നിട്ടൊരു ലവ് നോട്ടും അയച്ചു. ആൻഡ് ഐ ഹാഡ് ഷെയർഡ് ഹിം വാട്ട് ഓൾ ആർ ടുഡേയ്സ് മെനു. ഞാൻ ഇന്ന് ശനിയാഴ്ചയായതുകൊണ്ട് കുറച്ച് നേരത്തെ പോയി. ശനിയാഴ്ച കൊണ്ട് നേരത്തെ പോയതല്ല, സാറ്റർഡേസ് Good വർക്ക്. morning. അത് ഡെക്കറേറ്റ് ചെയ്തു, എന്നിട്ടൊരു ലവ് നോട്ടും അയച്ചു. ആൻഡ് ഐ ഹാഡ് ഷെയർഡ് ഹിം അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞു. ഇനി വാട്ട് ഓൾ അടുത്തതില്ലേ ആർ ടുഡേയ്സ് മെനു. രാവിലെ കുറച്ച് സാറ്റർഡേസ് ആർ ചെക്കന് വർക്കിംഗ് ഫോർ ദോശമാവ്, മീ. ചെക്കന് ചെറിയ അപ്പോൾ ഞാൻ സ്കൂളിൽ പോയി. പാത്രത്തിലുള്ള എൻ്റെ ബസ് യെല്ലോ സാമ്പാർ. 6:50 വരുവേ. Now let me show you what did I receive for this Valentine's Day from my lovely husband. ആർക്കാ ഗിഫ്റ്റ് ഇഷ്ടമല്ലാത്തല്ലേ? എൻ്റെ ഹസ്ബൻഡ് നന്നായി അറിയാം, എനിക്ക് നന്നായിട്ട് ഗിഫ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് ആള് എനിക്കിങ്ങനെ ഒരു ലവ്ലി പൗച്ചിലാണ് ഗിഫ്റ്റ് തന്നെ. എന്താണെന്നറിയണോ? നല്ലൊരു ബ്രേസ്ലെറ്റ്. ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഈസ് ഇറ്റ് ഹാഡ് ഇൻഫിനിറ്റി ഇൻ ഇറ്റ്. ഐ റിയലി ലവ്ഡ് ഇറ്റ് മാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല ഭംഗിയില്ലേ? അപ്പം ഇനി അങ്ങോട്ട് ഇതാ. ഇനി സെക്കൻഡ് ഗിഫ്റ്റ് കാണണോ? ദാറ്റ് വാസ് റിയലി സർപ്രൈസിങ്. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ സ്മാർട്ട് വാച്ച് മാൻ. ആദ്യം കണ്ടപ്പോൾ ദിസ് ഇസ് വെരി ക്ലാസിക്. Man, I loved it. I really loved it. It's too good. ഓക്കെ, ദീവ എന്ന് പറഞ്ഞിട്ട് ക്രോസ് ബീഡ്സിൻ്റെ വാച്ചാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി അതിൻ്റെ ഡയൽസ് ആണ്. ഇനി അടുത്ത ഗിഫ്റ്റ് ഞാൻ ഈ വാച്ച് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറയാം, മതി, നോ മോർ ഗിഫ്റ്റ്സ്. ഓക്കെ, പക്ഷേ ആളുണ്ടോ കേൾക്കണോ? ആളുടെ സ്വഭാവത്തിന് ജീവ അടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് അറിയണം. ജീവയുടെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ്. ഇറ്റ്സ് സോ ക്യൂട്ട്, കണ്ടോ? So that is his third gift. Oh no, there's one more. It's a alarm clock. അലാം ക്ലോക്ക് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ദേ ഇത് കണ്ടോ? എന്താണ് മനസ്സിലായോ? എൻ്റെ അലാംസ്. ആക്ച്വലി എനിക്ക് 2 ഫോണുണ്ട്. 2 ഫോണൊന്നും അലാം അടിക്കുമായിരുന്നു ഒരു പോയിന്റ്. പക്ഷേ പിന്നെ ഞാനത് നിർത്തി. അതൊരു സീനുണ്ടായി, അത് ഞാൻ പിന്നെ പറയാമേ. സോ സീനുണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വെറും ഒരെണ്ണം മാത്രമാക്കി. ഒരു ഫോണിലെ അലാംസ് എല്ലാം ഓഫ് ചെയ്ത് വേറൊരു ഫോൺ മാത്രമാക്കി. സാധനം എനിക്കിത് ഗിഫ്റ്റായിട്ട് തരേണ്ടി വന്നു എന്നാണ് സാരം. Okay, and then the final gift was the year. So that's how it was my Valentine's Day gifts 26. What was your? അല്ല, ഈ മേടിക്കൽ മാത്രമേ ഉള്ളൂ, തിരിച്ചു കൊടുത്തോ വല്ലതും? So one of my friends told me yesterday, men also deserve flowers എന്ന് പറഞ്ഞു. So I gifted him these flowers. As you see, those are very cute roses. I gifted him. So that's all for now. അപ്പോൾ ഒന്നുകൂടി wish ചെയ്യട്ടെ. Happy Valentine's Day, guys. I hope you enjoyed yours. I also enjoyed. Thank you, God. Thank you, universe, for this wonderful life with wonderful souls around me. Thank you so much.